കുഞ്ഞ് കണ്ട രണ്ടാമതും മൂന്നാമത്തെ വാഴയായി വെക്കുന്നത് കേട്ടോ. ആദ്യം ഒരെണ്ണം വെച്ചായിരുന്നു, അന്നേരം ഞാൻ ഇങ്ങോട്ട് വന്നില്ല. രണ്ടാമത്തെ മൂന്നാമത്തെ കോലും ചെയ്യാന്നേ എടുത്ത് പിഴുത് കള്ള എന്താ ചേമ്പും വിത്ത് അതിങ്ങ് എടുക്കും മോനെ. അതിൽ കിടന്ന് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇനി എടുത്തേക്ക. അങ്ങനെയുള്ളതൊക്കെ ഇങ്ങ് എടുക്കണം, അച്ചാച്ചന് പുഴുങ്ങി കൊടുക്കാം. കഴിഞ്ഞല്ല, ഇനി എടുക്കരുത്. ഓനെ വെച്ച് ക്ഷീണിച്ച്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അച്ചാച്ചൻ ചെയ്യുന്നത് എന്തുവാണെന്ന് നോക്കിക്കോണം. നമ്മുടെ അച്ചാച്ചന് ശ്വാസമുട്ടിൻ്റെ മരുന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുക അച്ചാച്ചൻ്റെ പുറം ചൊറിഞ്ഞ് അച്ചാച്ചൻ്റെ ജീപ്പ് ഇരിക്കുന്നുണ്ട്. ഇതാണ് അച്ചാച്ചൻ്റെ വീടി. അച്ചാച്ചൻ ചക്കക്കുരുവും ബാക്കി സാധനങ്ങളെല്ലാം ഈ പിച്ചാത്തിയും വെച്ചാണ് എടുക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റി കളഞ്ഞാൽ ഇതെല്ലാം പിന്നെ ഇവിടെയൊക്കെ തന്നെ ഇരിക്കും കേട്ടോ. ഇവിടെ തന്നെ ഇരിക്കും എല്ലാം. ആണ് ഇതൊക്കെ എടുത്ത് മാറ്റിയതായിരുന്നു, തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആണ് കുത്തിയിരുന്ന് വീടി തീർക്കുകയാണ്. പണിപ്പുരയിലാണ് ഞങ്ങൾ. ഇതിൻ്റെ പണിപ്പുരയില്ല. ഇതിങ്ങനെ തീർത്തൊരു ടിന്നിനകത്തിട്ട് വെച്ചേക്കും. അഥവാ ആരെങ്കിലും ഒന്ന് കയറി ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവർക്ക് ഇത് കൊണ്ടങ്ങ് കൊടുക്കുക, വലിക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ചിലർ വലിക്കാത്തവരായിരിക്കും. കണ്ടോ, അതിൻ്റെ ചെവിടൊക്കെ വെട്ടിക്കളയുവോ അങ്ങനെയുള്ള പരിപാടികളാണ് ചച്ചൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൊച്ചെന്തിയെന്നൊന്നും നിങ്ങൾ ചോദിക്കാതിരിക്കണ്ട, ചോദിച്ചോളൂ. കണ്ട നിൽക്കുന്ന ഭയങ്കര പരിപാടിയാണ്. കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. പിന്നെ വേണ്ട, അവിടെ വാഴ നടുക. അവന് പറ്റുന്ന രീതിയിൽ അവൻ വാഴ നടുന്നു. വാഴ നടാനായിട്ട് വാഴയ്ക്കുള്ള കുഴി എടുക്കുക. പിഴുത് പിന്നെ ഓടിനെ കൊണ്ട് വീഴുന്ന രീതിയിലാവരുതെന്നേ ഉള്ളൂ. മുട്ടിൻ്റെ ഇല്ല, കുഴിഞ്ഞിട്ടില്ല. പിഴുതിങ്ങി വീഴും. കാറ്റില്ലേ മോനെ, അറിയത്തില്ലേ കാറ്റ്? എനിക്ക് പറ്റത്തില്ലേ. എന്തെങ്കിലും ആവട്ടെ, അവൻ്റെ ഇഷ്ടത്തിന് അവൻ കുഴിയെടുത്തിട്ടുണ്ട്. കുഴിയൊന്നും ഇത്രയും പോരാ. വാഴവിത്ത് നടുവ്. അച്ചാച്ചനവിടെ വഴക്കിടുന്നു. അജു അച്ചാച്ചനോട് വഴക്കിടുന്നു. മാന്തുവും ചൊറിയുകയൊക്കെ ചെയ്തപ്പോൾ അച്ചാച്ചൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, വേണ്ടാത്ത പണി കാണിക്കരുതെന്നൊക്കെ. അതാണ്ട് മഞ്ഞക്കൂവ പണ്ട് ഇവിടെ കൊണ്ടുവന്ന് നട്ടതാ. നമ്മുടെ പിന്നെ കസ്തൂരി മഞ്ഞളാണെന്നും പറഞ്ഞ് കൊണ്ട് നട്ടതാ മഞ്ഞക്കൂവ. ഞങ്ങൾ ദിലീപച്ചൻ്റെ അവിടെ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ തന്നു വിട്ടായിരുന്നു. ഇവിടെങ്ങാണ്ട് നട്ട് ആ മുറിക്കുണ്ടാക്കളെ. അവിടെ തന്നെ ചെത്തിയിടണോ? തൂത്തുവാരി ഇട്ടേക്കുന്നിടത്ത്. ഞാൻ എപ്പോഴോ? നീ വാരും, നിനക്ക് നേരമില്ല. അജു എണീറ്റ് വന്നതേ ഉള്ളൂ. 12 മണി കണ്ടായി. 12 മണി മാറജു, 10 മണി തികച്ചാവില്ല. ഞങ്ങളിന്നും താമസിച്ച് എണീറ്റത്. 9:30 ആയപ്പോഴോ കണ്ട ഞാൻ എണീറ്റത്. 9:30 ഞാൻ എണീറ്റത് 9 മണി ആയതേ ഉള്ളൂ. എണീറ്റ് വന്ന് ചായയ്ക്കും വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേ മിറ്റം തൂത്തങ്ങിടുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാങ്ങായും വരി നിരത്തി. അത്രയും ഞാൻ ചെയ്തുള്ളൂ. തുമ്മുന്നല്ല. രണ്ടൊക്കെ നട്ടേക്കുന്നതൊക്കെ വലിച്ച് തിരിച്ച് കണ്ടു മോനെ. ആ മഞ്ഞൾ അതിന് പുറത്ത് ഇച്ചിരി മണ്ണിട്ട് വിടും, മഞ്ഞളിൻ്റെ ചെറുതായിട്ട്. വേണ്ടത് ശകലം മണ്ണ് കിടന്നോട്ടെ മഞ്ഞളിൻ്റെ പുറത്ത്.
ഇപ്പോൾ അജുമോൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് രാവിലെ കുടിക്കുന്ന ഇച്ചിരി പഴങ്കഞ്ഞിയാണേ. നമുക്ക് പഴങ്കഞ്ഞിക്കുള്ള ചോറ് കണ്ടിരിക്കുന്നു. അജുമോനും ഒക്കെ പിന്നെ ഒരുപാട് കുടിക്കത്തില്ല, വെള്ളമൊക്കെ ഒഴിച്ച് വാരി അങ്ങനെ കഴിക്കുമോയെന്നറിയത്തില്ല. എന്നാലും വല്ലപ്പോഴും ഒക്കെ അവൻ പഴങ്കഞ്ഞിയായിട്ടല്ല, അവൻ സാധാരണ ചോറായിട്ടിങ്ങനെ വാരി കഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവന് ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. അവന് ഇഷ്ടമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിക്കട്ടെ. അതിൻ്റെ കൂടെ നമുക്കുള്ളത് വേണ്ട ചമ്മന്തി അരച്ചത്. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെയല്ലയോ, അല്ലാതെ നമ്മൾ ഒരുപാട് കറികളോ ഒന്നുമല്ല. തലേന്നത്തെ പിന്നെ സാമ്പാറും ഒരു ചെറിയ പുളിയൊക്കെ വെച്ച സാമ്പാറും ഒക്കെ കൂട്ടിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്. വേണ്ട ഞാനത് മീൻ ചുടുന്നതിന് പകരം ഇങ്ങനെ തന്നെ ചെതുമ്പലൊക്കെ വെച്ചിട്ട് മീൻ വറുത്താണ് എടുത്തേക്കുന്നത്. കണ്ടോ, പിന്നെ വറുത്താണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും പിന്നെ അവനൊരു മത്തി വേണമെന്ന് പറഞ്ഞ്, ഒരു മത്തിയും ഒരു മുള്ളൻ മീനുമാണ് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു മുള്ളൻ മീനും കൊടുക്കാം, ഒരു മത്തിയും കൊടുക്കാം. രണ്ട് മുള്ളൻ വറുത്തത് എല്ലാം ഞാൻ കഴുകിയിട്ട് ചെതുമ്പലൊക്കെ അതേ തന്നെ വെച്ചിട്ട്, നമ്മൾ നേരത്തെ ചുട്ട് തിന്നുമ്പോഴൊക്കെ അങ്ങനെ പഴങ്കഞ്ഞിക്കും ചില ദിവസമൊക്കെ അങ്ങനെ, എന്നിട്ട് അതിൻ്റെ ആ ചെതുമ്പൽ എടുത്ത് മാറ്റുക ചെയ്യുന്നത്. ഇതുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ അച്ചാറുണ്ട്. നമുക്ക് മാങ്ങ അച്ചാറോ നാരങ്ങ അച്ചാറോ ഒക്കെ ഉണ്ട്. അജുമോനെ, അജുവേ, ഇപ്പോൾ ഉപ്പിലിട്ടത് വേണമെന്ന് പറഞ്ഞായിരുന്നു. ഉപ്പിലിട്ടത് ഞാൻ എടുത്തിട്ടുണ്ട്. വേണ്ടേ, അതിൽ നിന്നൊരു ശകലം വെള്ളവും കൂടെ, ഉപ്പിലിട്ടതിൻ്റെ ആ വെള്ളവും കൂടെ ശകലം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഞാൻ മീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചോളാം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ മീനെടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ട് കൊടുക്കാം. അന്നേരം അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ തിന്നാൻ പാടായിരിക്കും. അപ്പോൾ അജു പഴങ്കഞ്ഞി കുടിക്കാൻ കട്ടിലേ പോയി. അവിടുന്ന് വഴക്കും പറഞ്ഞു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിരുത്തിയേക്കുക. ഇങ്ങനെ വാരി കുടിക്കുന്ന സമയത്ത് കട്ടിലേലും അവിടെ ഇവിടെയെല്ലാം വീഴും. നമ്മൾ കിടക്കുന്നിടത്തിരുന്ന് തിന്നരുതെന്ന് പറഞ്ഞാൽ അജു കേൾക്കത്തില്ല. വേണ്ട, ഇതൊക്കെ കൂട്ടി തിന്നുണ്ടായോ. അപ്പോൾ അങ്ങനെ അതാണ്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. മീൻ്റെ ചെതുമ്പലെടുത്ത് മാറ്റി കളയുക, എന്നിട്ട് തിന്നുക. മീൻ്റെ ചെതുമ്പൽ കൊള്ളത്തില്ല, അതെടുത്ത് തിന്നരുത്. മാറ്റി കളയുക, എന്നിട്ട് മീൻ കൂട്ടി തിന്നുക. വേണ്ട പഴങ്കഞ്ഞി കുടിക്കുന്നു. അജു പഴങ്കഞ്ഞിയൊക്കെ പണ്ടൊന്നും കുടിക്കത്തില്ലായിരുന്നു. പിന്നെ ഒരു സമയത്ത് അജു പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച് തുടങ്ങി. പിന്നെ എൻ്റെ കൂടെ നിൽക്കുമ്പോഴൊന്നും അജു ഇവിടെ പഴങ്കഞ്ഞി കുടിക്കാറില്ല. കോവിഡ് സമയത്തെങ്ങാണ്ട് പഴങ്കഞ്ഞി ഒക്കെ അജു കുടിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ പിന്നെ ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ അവൻ പഴങ്കഞ്ഞി കുടിക്കത്തില്ല. ചൂട് ചോറും പിന്നെ ചമ്മന്തിയും അങ്ങനെ രാവിലെ അത് തിന്നാൻ സ്കൂളിൽ പോകുമ്പോൾ ഇഷ്ടം. ഇന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് ഇതായിരുന്നു ഇവിടെ ഉള്ളത്, ഇന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അച്ചാച്ചൻ കൊണ്ടിരുന്ന് വെളുത്തുള്ളി പൊളിക്കുന്നു. അച്ചാച്ചനും കൊടുക്കണം. അച്ചാച്ചനോട് ഞാൻ പറഞ്ഞത് പഴങ്കഞ്ഞി ഇച്ചിരി കുടിക്കാൻ പറഞ്ഞപ്പോൾ അച്ചാച്ചൻ ഇരുന്ന് വെളുത്തുള്ളി പൊളിക്കുക. അപ്പോൾ ഇനി അച്ചാച്ചനോട് ഇച്ചിരി കൊടുത്ത് നോക്കട്ടെ, കുടിക്കട്ടെ. അച്ചാച്ചനുള്ള പഴങ്കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ചമ്മന്തിയുണ്ട്, ഇച്ചിരി സാമ്പാറുണ്ട്, പിന്നെ ഉണക്കമീനുണ്ട്. അച്ചാച്ചന് ഉണക്കമീൻ കണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുക. അല്ലെ അച്ചാച്ചൻ പിന്നെ അതെല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അച്ചാച്ചൻ സാധാരണ ഉണക്കമീൻ തിന്നത്തില്ല, നിർബന്ധിച്ച് നമ്മൾ ഇപ്പം തീറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷറൊക്കെ അച്ചാച്ചന് തീരെ കുറവാണ്. അതുകൊണ്ട് ഒത്തിരി നാളായി ഇവിടെ ഉണക്കമീൻ മേടിച്ചിട്ട്. ഇന്നലെ ഞാൻ പിന്നെ ഇച്ചിരി ഉണക്കമീൻ തീറ്റിപ്പിച്ചായിരുന്നു കേട്ടോ, ഒരു ശകലം. ഇന്നലെയാണോ മെനഞ്ഞാന്ന് ഇഷ്ടമല്ല തിന്നുന്നത്, എന്നാലും ഇത് തിന്നണമെന്ന് പിന്നെ ഈ പ്രഷർ കുറവുള്ളതുകൊണ്ട് തീറ്റിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഇനി അച്ചാച്ചനും ഇച്ചിരി ഉപ്പിലിട്ടത് എടുത്തു കൊണ്ടുവരട്ടെ. ശകലം ഇച്ചിരി കൂടെ വേണ്ട സുഹൃത്തെ. ദാണ്ട ആ നിർത്തി വെക്ക്. ദാണ്ട അച്ചാച്ചനുള്ളത് ദാണ്ട എടുത്ത് വെച്ചേക്കുന്നു പഴങ്കഞ്ഞി. അച്ചാച്ച കയറിയിരുന്നോ. ഇനി അച്ചാച്ചനുള്ള മീനും കൂടെ എടുത്തുകൊണ്ട് കൊടുക്കട്ടെ. പഴങ്കഞ്ഞി എന്ന് പറയണ്ട, പഴഞ്ചോറെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഞങ്ങൾ അത് പിന്നെ കൊല്ലം ജില്ലക്കാരൊക്കെയാണ് പഴഞ്ചോറെന്ന് പറയുന്നത്. ഞങ്ങൾ പഴങ്കഞ്ഞി എന്നാണ് പറയുന്നത്. ഞങ്ങൾ പത്തനംതിട്ടക്കാരായിട്ട്. അപ്പം ആ പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് അച്ചാച്ചൻ ഇരുന്നു. അച്ചാച്ചൻ നല്ല പഴങ്കഞ്ഞി കുടിക്കാൻ തുടങ്ങി. അജു പഴങ്കഞ്ഞി കൂടി കഴിഞ്ഞ് എണീറ്റ് കൈ കഴുകുന്നു. അച്ചാച്ചൻ പഴങ്കഞ്ഞി കുടിക്കുന്നു. അച്ചാച്ച അതിൻ്റെ കൂടെ വേണ്ട ഉണക്കമീനെല്ലാം ഞുള്ളി പറിച്ച് വെച്ചേക്കുക, അതും കൂടെ എടുത്ത് തിന്നേ. അച്ചാച്ചന് ഒത്തിരി നാളായി പഴങ്കഞ്ഞി കുടിക്കാൻ തുടങ്ങിയിട്ട്. ഒത്തിരി നാളായി പഴങ്കഞ്ഞി കുടിച്ചിട്ട്.
ഞാൻ കേട്ട ഒത്തിരി നാളായി പഴങ്കഞ്ഞി കുടിക്കാൻ തുടങ്ങിയിട്ടെന്നാ പറഞ്ഞത്. ഒത്തിരി നാളായി പഴങ്കഞ്ഞി കുടിച്ചിട്ട്. പഴങ്കഞ്ഞി കുടിക്കത്തേ ഇല്ല, എനിക്ക് വേണ്ടാന്ന് പറയാം. കഞ്ഞി കുടിക്കുന്നത് അച്ചാച്ചന് ഇഷ്ടമല്ല. കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരിയും കുടിച്ചിട്ട് എണീറ്റ് വജു മാറിക്കേ. ചേച്ചന് ശല്യം ചെയ്യാൻ നിൽക്കാതെ. ചേച്ചി ആ ഉണക്കമീനും കൂടെ എടുത്ത് കൂട്ടിക്കേ. ആ അതൊക്കെ കൂട്ടിക്കോളൂ. അത് തിന്നാത്തതിൻ്റെ കുഴപ്പങ്ങളെല്ലാം അച്ചാച്ചനുണ്ട്. ചേച്ച ഒരു ശകല ഉണക്കമീൻ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിക്കേ. ചിരിയും തിന്നെ, ചിരിയും ഒന്ന് എടുത്ത് തിന്നേ. ഉണക്കമീൻ ശകല എല്ലാം മുള്ളൊന്നും ഇല്ലാതെ വെച്ചേക്കുക. എല്ലാം ഞാൻ ഇതാക്കി വെച്ചേക്കുക. എടുത്ത് തിന്നേ. ആ പറഞ്ഞപ്പോൾ ഇച്ചിരി എടുത്ത് തിന്നു. ഞാനും ഇച്ചിരി പഴങ്കഞ്ഞി കുടിക്കട്ടെ. നോക്കി നിന്ന് എൻ്റെ കൺട്രോൾ പോകുന്നു. അപ്പോൾ എൻ്റെ പഴങ്കഞ്ഞി താണ്ടിരിക്കുന്നു. അതിനകത്ത് പിന്നെ അതിൻ്റെ അടിയിൽ പിന്നെ ചമ്മന്തി എല്ലാം ഇരിപ്പുണ്ട്. ചമ്മന്തി അരച്ച് വെച്ച പാത്രത്തിൽ തന്നെ ഞാനങ്ങ് എടുത്തതാണ്. അപ്പം ഞാനും കൂടെ പോയിരുന്ന് തിന്നാൻ പോവുക. അജുമോൻ്റെ മീനിൻ്റെ പാത്രത്തിനകത്ത് തന്നെ ഞാൻ മീൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം അതും കൂടെ പോയിരുന്ന് ഞാനൊന്ന് തിന്നട്ടെ. എനിക്കാന്ന് കൊതി വന്നിട്ട് ഇതുപോലില്ല. ഞാനെല്ലാം ഇളക്കി ഞാനിനി വാരി കുടിക്കാൻ പോകും പഴങ്കഞ്ഞി. ഇങ്ങനെ സാധാരണ പണ്ട് കാലത്തെ പഴങ്കഞ്ഞി ഇതുപോലൊക്കെ അവനവൻ്റെ വീട്ടിൽ ഏത് കറിയാണോ വെക്കുന്നത് ആ കറി, പിന്നെ ഒരു ഉണക്കമീൻ ചുട്ടത്, കൂടുതൽ ഉണക്കമീൻ ചുട്ടതും ചിലപ്പോൾ ഒരു മാങ്ങാച്ചാറോ പിന്നെ വല്ലതും കാണും, അതും കൂട്ടിയിട്ട് പിന്നെ അല്ലെങ്കിൽ നാരങ്ങ അച്ചാറ്. അന്നേരം നാരങ്ങ അച്ചാറെന്നൊന്നുമല്ല, നാരങ്ങ ഉപ്പിലിട്ടതെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അതും കൂട്ടിയിട്ട് വാരി നമ്മൾ പിന്നെ പഴങ്കഞ്ഞി കുടിക്കുകയോ ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് സാധനങ്ങളെല്ലാം കൂടെ വെച്ച് മീൻ വറുത്തതും അല്ലാത്തതെല്ലാം ഒരു സദ്യ പോലുള്ള സാധനങ്ങളെല്ലാം ചൂടോട് കൊണ്ടുവച്ചിട്ട് പഴങ്കഞ്ഞി എന്ന് പറഞ്ഞ് കുടിക്കും. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ചോറിനകത്ത് വെള്ളം ഒഴിച്ചിട്ടിട്ട് അത് വാരിയിട്ട് അത് പിന്നെ അതിനകത്ത് വല്ല തൈരോ പിന്നെ അല്ലെ മോരോ പിന്നെ തലേന്നത്തെ മീൻകറിയോ ചെറുതായിട്ടൊരു വളുപ്പ് വന്ന സാമ്പാറോ ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉള്ളത് എന്തുവെന്ന് വെച്ചാൽ അതും കൂട്ടി വാരി കഴിച്ച് ഒരു കാന്താരി മുളകും കയ്യിൽ പിടിച്ച് കടിച്ച് കൂട്ടി ഒരു ഉണക്കമീൻ്റെ തലയും ഉണക്കമീനും എല്ലാം കൂടെ കൂട്ടി തിന്നുന്നതായിരുന്നു പഴങ്കഞ്ഞി. ദാണ്ടിത് കണ്ടോ, നമ്മുടെ പിന്നെ കഴിഞ്ഞ ദിവസം കോഴിയെ മേടിക്കാൻ നിൽക്കുക, രണ്ടാമത് വന്നിട്ടുണ്ട്. ഞാൻ എണ്ണാന്നാണ് വിളിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ദിവസം ഞാൻ അച്ചായ എന്നാണ് വിളിച്ചത്. എനിക്കന്ന് മനസ്സിലായില്ല. ദാണ്ട ഈ കൊച്ചുമക്കൾ രണ്ടുപേരും ഉണ്ട്. ദാണ്ട നിൽക്കുന്ന ഒരാൾ. ദാണ്ടെങ്കിൽ മോനെ പേരെന്ത് വെക്കളേ? മോൻ്റെ പേരെന്ത് വെക്കളേ? സുൽത്താൻ എന്നാ പേര്. നല്ല ഒന്നാന്തരം പേരാ. സുൽത്താൻ എന്നൊക്കെയുള്ള പേര് എന്തുവാന്ന് രാജാവാ അറിയാവോ? സുൽത്താൻ ബത്തേരി. ആണ്ട ഇത് സത്യദേവനാ കേട്ടോ. ആ ചേച്ച സുൽത്താൻ ബത്തേരി എന്നൊക്കെ പറയുന്നുണ്ട്. ആണ്ട കോഴികളെയൊക്കെ ആയിട്ട് പോകുന്നു ഇവര്. ഓക്കേ, അവരിങ്ങനെ പോവാ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്. പോയി. ഓക്കെ, നമ്മുടെ അജിക്കുട്ടന് ഉണ്ണിയപ്പവും പപ്പടവും ഒക്കെ ആയിട്ട് പോയേക്കുക. അപ്പം പിന്നെ ഇന്ന് വൈകിട്ട് ഉണ്ണിയപ്പം ഇല്ല, രാവിലെ ഒരു 3-4 കവർ ഉണ്ടാക്കി കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇന്ന് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കുമ്പളങ്ങാക്കറിയാന്നേ. ഒരു കുമ്പളങ്ങാക്കറി ഉണക്കമീൻ വറുത്തതും അത് മതി ഇന്ന്. അപ്പോൾ അജു വരുമ്പോഴത്തേക്ക് അതൊന്ന് ഉണ്ടാക്കി വെക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ മീൻ വറുത്തത് ഇതാണ്ടിരിക്കുന്നു. നമ്മൾ പറയും കുട്ടൻ കോര എന്ന് പറയുന്ന ഒരു മീനും ഉണ്ട്, പിന്നെ മത്തിയുണ്ട്. അത് രണ്ടും ഉണക്കലാന്നേ. പിന്നെ വേണ്ടേ കുമ്പളങ്ങ കറി, കുമ്പളങ്ങ തേങ്ങ അരച്ച് പച്ചക്കറി ഉണ്ടാക്കിയത് ഇരിക്കുന്നു. ആവി പറക്കുന്ന കുമ്പളങ്ങക്കറി ഉണ്ട്. കണ്ട ആവി പറക്കുന്ന കാണാമല്ലയോ? ചാച്ചൻ ചോറുണ്ണുന്നു. കുമ്പളങ്ങക്കറി, 2 മാങ്ങാ കഷ്ണങ്ങളും പിന്നെ ഒരു ചെറിയ കുട്ടൻകോരയെന്നാണ് നമ്മളിവിടെ പറയുന്നത്, അതിൻ്റെ ഒരു കുഞ്ഞൊരു കഷ്ണം കൊടുത്തിട്ടുണ്ട്. അതും കൂട്ടിയിട്ട് കഴിക്കുക. കുമ്പളങ്ങക്കറി അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷേ അച്ചാച്ചൻ വെക്കും. അജു പറയും അച്ചാച്ചൻ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് അമ്മച്ചി വെച്ചാൽ കിട്ടത്തില്ല എന്ന് പറയും. ഇപ്പോൾ അച്ചാച്ചൻ അങ്ങനെ കറികളൊന്നും വെക്കാറില്ല. നേരത്തെ 2-3 വർഷത്തിന് മുമ്പ് വരെ നല്ല സൂപ്പർ കറിയെല്ലാം അച്ചാച്ചൻ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ചുമയുണ്ട് അച്ചാച്ചന്,
ഉള്ള വീഡിയോ എല്ലാം വലിച്ചിട്ട്.